ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं सजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सगणललिता शिविशाखान्वितं च ये कृष्णा करुणा सिन्धु दीनबन्धो जगत्पदे गोपेश गोपिका कान्द राधा कान्द नमोस्तुते तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरि क्षवानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्त वृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे। गुरुवे गौरचंद्राय राधिकाय तदारे कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। कृष्ण तुदीय पद पंकज पंजरांध अद्वैव मे विशतु मानस राजहंसा प्राण प्रयाण समये कपाद भित्ते कंडावरोधन विधौ സ്മരണം കുതസ്തേ. ഹരേ കൃഷ്ണ ഹരിയം തത്സത്. അപ്പം നമ്മളിന്ന് വായിക്കുന്നത് മുകുന്ദമാല സ്തോത്രം 40ാമത്തെ സ്തോത്രമാണ്. ഓക്കെ. സത്യം ബ്രവീമി മനുജാ സ്വയമൂർധ്വഭാഹോ യോ യോ മുകുന്ദ നരസിംഹ ജനാർദ്ദനേതി ജീവോ ജപത്യനുദിനം മരണേ രണേ വാ പാഷാണ കാഷ്ടാസദൃശയാ ദദാദ്യഭീഷ്ടം സത്യം ബ്രവീമി മനുജാ സ്വയം ഊർധ്വബാഹുർ യോ യോ മുകുന്ദ നരസിംഹ ജനാർദ്ദനേതി ജീവോ ജപത്യനുദിനം മരണേ രണേ വാ പാഷാണ കാഷ്ട സദൃശയാ ദദാദ്യഭീഷ്ടം. ഒക്കെ നിഷ മാതാജി. മ്യൂട്ടിലാണ് മാതാജി, മ്യൂട്ടിലാണ്. हरे कृष्ण गुरुजी। सत्यं ब्रवीमनुजा स्वयमूर्धबाहुर्यो यो मुकुन्द नरसिंह जनार्दनेति जीवो जपदि अनुदिनं मरणे रणे वा पाषाणकाष्ठसदृशाय ददाति अभीष्टम्। हरे कृष्ण। ധന്യ മാതാജി. हरे कृष्ण। ശ്രീകൃഷ്ണ. सत्यं ब्रवीमि मनुजा स्वयं ऊर्ध्वबाहुर् यो यो मुकुन्द नरसिंह जनार्दनेति जीवो जपति अनुदिनं मरणे रणे वा पाषाणकाष्ठसदृशाय ददाति अभीष्टम्। हरि बोल। മാതാജി. हरे कृष्ण। सत्यं ब्रवीमि मनुजा स्वयमूर्ध्वबाहुर् यो यो मुकुन्द नरसिंह जनार्दनेति जीवो जपत्यनुदिनं मरणे रणे वा पाषाणकाष्ठसदृशाय ददाद्यभीष्टम्। हरे कृष्ण। കൈരൂപ മാതാജി. हरे कृष्ण। सत्यं ब्रवीमि मनुजा स्वयं ऊर्ध्वबाहुर् यो यो मुकुन्द नरसिंह जनार्दनेति जीवो जपति अनुदिनं मरणे रणे वा पाषाणकाष्ठासदृशाय ददाति अभीष्टम्। സുഭാഷിണി മാതാജി അതിന്റെ വിവർത്തനം വായിക്കൂ. ഹരേ കൃഷ്ണ. ഹേ മനുഷ്യരെ, ഞാനിതാ രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സത്യം പ്രഖ്യാപിക്കുകയാണ്. അനുദിനം മുകുന്ദ, നരസിംഹ, ജനാർദ്ദന എന്നിങ്ങനെയുള്ള നാമങ്ങൾ ജപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവന് അവൻ രണത്തിലോ മരണവേളയിലോ ആയാലും താൻ ഏറ്റവും അധികം താലോലിക്കുന്നു. ആഗ്രഹങ്ങൾ ഒരു കല്ലിനോ മരത്തിനോ സമാനമായി മൂല്യരഹിതമായി കരുതുന്നു.
O mankind, with arms raised high, I declare the truth. Any mortal who chants the names Mukunda, Narasimha, and Janardhana, day after day, even in battle or when facing death, will come to regard his most cherished ambitions as no more valuable than a stone or a block of wood. ഇപ്പോൾ കുലശേഖരൻ ആൾവാർ കൈ രണ്ടും ഉയർത്തിയിട്ട് ശരണാഗതി, അതാണ് കൈ രണ്ടും ഉയർത്തുക പറഞ്ഞ എന്താണ്? വിത്ത് ആംസ് റേസ്ഡ് ഹൈ, സറണ്ടർ, ടോട്ടൽ സറണ്ടർ. ഓക്കെ, നമ്മളെപ്പോഴും ഇങ്ങനെ കൈ ഉയർത്തിയിട്ട് ഡാൻസ് ചെയ്യാറുണ്ട്. ചൈതന്യ മഹാപ്രഭു എന്താണ്? ടോട്ടൽ സറണ്ടർ. അപ്പോൾ അങ്ങനെ ഞാൻ പ്രൊക്ലെയിം ചെയ്യാണ്, ഡിക്ലെയർ ചെയ്യാണ്, അനൗൺസ് ചെയ്യാണ്, പ്രൊനൗൺസ് ചെയ്യാണ്. എന്ത് സത്യം? ഏത് സത്യം? എനി മോർട്ടൽ ഹു ചാൻസ് ദ നെയിംസ് ഓഫ് മുകുന്ദ, നരസിംഹ ആൻഡ് ജനാർദ്ദൻ. ഈ പ്രത്യേകം ഈ 3 പേരുകളാണ്. കാരണം ഇവരെല്ലാം നമ്മളെ സംരക്ഷിക്കുന്ന ഭഗവാന്റെ പേരുകളാണ്. മുകുന്ദ, ഓക്കെ, ആരാണ് മുകുന്ദൻ? മുക്തിപ്രദായകൻ മുകുന്ദൻ. ഓക്കെ, നമ്മളെ ഈ ജീവമരണ ചക്രത്തിൽ നിന്ന് നമ്മളെ മുക്തി തരുന്ന ആളാണ് മുകുന്ദൻ, അല്ലേ? പിന്നെ നരസിംഹൻ ആരാണ്? ഭക്തന്മാരുടെ പ്രൊട്ടക്ഷൻ തരുന്ന ആള്, സംരക്ഷകനാണ്. ജനാർദ്ദനൻ ജനങ്ങളെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആള്. ജനാർദ്ദനൻ ജനങ്ങളെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും? തൻ്റെ സ്വരൂപത്തിലേക്ക് അവരെ ഉദ്ധരിച്ചിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ കുലശേഖരന്മാർ ഈ 3 പേര് ഉദ്ധരിച്ചിട്ടാണ് ഇത് അഡ്രസ് ചെയ്യുന്ന, സംബോധന ചെയ്യുന്നത്. മുകുന്ദ, നരസിംഹ, ജനാർദ്ദൻ. ഡേ ആഫ്റ്റർ ഡേ, ഈവൺ ഇൻ ബാറ്റിൽ ഓർ വെൻ ഫേസിങ് ഡെത്ത്. അപ്പോൾ ഓരോ ദിവസം, ദിനം പ്രതി, പിന്നെ ഈവൺ യുദ്ധസമയത്തും നമ്മൾ ഒരു ഫിസിക്കൽ യുദ്ധത്തിൻ്റെ മാത്രം ഇവിടെ കണക്കിലെടുത്താൽ പോരാ. എന്നൊക്കെ അർജുനന് അവിടെ ആ സമയത്ത് ശരിക്കുള്ളൊരു ഫിസിക്കൽ വാറായിരുന്നു, അല്ലേ? തൻ്റെ ശത്രുക്കളായിട്ട് ഒരു ഫിസിക്കൽ. ഇവിടെ നമ്മളും യുദ്ധം ചെയ്യാണ് ഇവരുടെ. ഈവൺ ഇൻ ബാറ്റിൽ നമ്മൾ ആരോടാണ്? നമ്മളോട് തന്നെ യുദ്ധം ചെയ്യാണ്. നമ്മളുടെ ഇന്ദ്രിയങ്ങളോട് യുദ്ധം ചെയ്യാണ്, അല്ലേ? നമ്മുടെ മനസ്സിനോട് യുദ്ധം ചെയ്യാണ്. ആ മനസ്സിനോടും മറ്റു ഇന്ദ്രിയങ്ങളോടും യുദ്ധം ചെയ്ത് ജയിക്കണം. അപ്പോൾ നമ്മളും സത്യയുഗത്തിലെ യുദ്ധം 2 പ്ലാനറ്ററി സിസ്റ്റംസ്, 2 പ്ലാനറ്റ്സിൻ്റെ ഇടയിലായിരുന്നു. ത്രേതായുഗത്തിലെ യുദ്ധം 2 രാജ്യങ്ങളുടെ ഇടയിലായി. ദ്വാപരയുഗത്തിലെ യുദ്ധം 2 ഫാമിലി, 2 കുടുംബത്തിൻ്റെ ഇടയിലായി. കലിയുഗത്തിൽ യുദ്ധം സ്വന്തം അവനവൻ്റെ ദേഹത്തിൻ്റെ ഉള്ളിൽ, അവനവൻ്റെ മനസ്സ് തന്നെയാണ് ഇന്ദ്രിയങ്ങളുമായിട്ടും യുദ്ധം ചെയ്യുന്നത്. അപ്പോൾ ആ യുദ്ധം അവൻ്റെ ഉള്ളിൽ തന്നെയാണ്. അപ്പം അതിനെ ജയിക്കണം. ഈവൺ അങ്ങനത്തെ സമയത്തും നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന സാധനങ്ങൾ എന്തിനു തുല്യമായി തീരും? അതൊരു കല്ലിനോ അല്ലെങ്കിൽ ഒരു മരക്കഷ്ണത്തിനോ അല്ലെങ്കിൽ ബ്ലോക്ക് ഓഫ് വുഡിനോ സമാനമായിട്ട് തീരും എന്ന് പറയുന്നു. നമ്മളുടെ ഈ മെറ്റീരിയൽ ഭൗതിക തലത്തിലുള്ള എല്ലാ ആഗ്രഹങ്ങളും എല്ലാം മാറും. എന്ത് ചെയ്താൽ? നമ്മൾ മോർട്ടൽ എന്ന് പറഞ്ഞാൽ, അതായത് നമ്മളെല്ലാം നശ്വരം ആയിട്ടുള്ള ആൾക്കാരാണ്. നമ്മുടെ ഈ ദേഹം നമ്മൾക്ക് ഒരിക്കലും ശാശ്വതമായിട്ടുള്ളതല്ല. നമ്മളെല്ലാം മോർട്ടൽ ബീയിങ്സ് ആണ്. അപ്പം നമ്മളെ ഈ ബദ്ധാത്മാക്കളായിട്ടുള്ള നശ്വരമായിട്ടുള്ള ഈ ജീവജാലങ്ങളെല്ലാം, എസ്പെഷ്യലി നമ്മൾ മനുഷ്യരെ, ഭഗവാൻ മുകുന്ദൻ്റെയോ നരസിംഹ ഭഗവാന്റെയോ അല്ലെങ്കിൽ ജനാർദ്ദനൻ്റെയോ നാമം ജപിക്കുകയാണെങ്കിൽ ഡേ ആഫ്റ്റർ ഡേ, ഈവൺ നമ്മളുടെ സംഘർഷങ്ങളുടെ സമയത്ത്, മരണം അടുത്തു എന്നുള്ള നമുക്കറിയുന്നുണ്ട് ആ സമയത്തും. അപ്പോൾ ആ സമയത്ത് എന്താണ്? നമുക്ക് ഏറ്റവും ഭൗതിക തലത്തിൽ പ്രീഷ്യസ് ആയിട്ടുള്ള, വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരു വിലയില്ലാണ്ട് ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ട് തോന്നും എന്നാണ് പറയുന്നത്. അത്രയും പവർഫുൾ ആണ് ഭഗവാന്റെ നാമങ്ങൾ, മുകുന്ദ, നരസിംഹ, ജനാർദ്ദന. അപ്പോൾ അതുകൊണ്ട് ഉറക്കെ ഉദ്ഘോഷിക്കുകയാണ്, അതായത് ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലാൻ. ആ ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലിയാൽ മാത്രമേ നമ്മൾക്ക് ഈ ഭൗതിക തലത്തിൽ നിന്നും ആധ്യാത്മിക തലത്തിലേക്ക് ഉയരാൻ പറ്റുള്ളൂ, നമ്മളുടെ ഉദ്ധാരണം സംഭവിക്കുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ഭഗവാന്റെ നാമങ്ങൾ നമ്മളുടെ അനർത്ഥങ്ങളെ
എല്ലാം ശുദ്ധീകരിക്കും. കാമക്രോധ ലോഭ മോഹമത മാത്സര്യ എല്ലാ അനർത്ഥങ്ങളെയും ശുദ്ധീകരിക്കും. അപ്പൊ സ്ലോലി ആൻഡ് ഗ്രാജുവലി നാമം എന്ത് ചെയ്യും? നമ്മളുടെ എത്രയോ ജന്മജന്മാന്തരമായിട്ട് നമ്മൾ കൊണ്ട് നടക്കുന്ന അനർത്ഥങ്ങളെ ശുദ്ധീകരിക്കുകയാണ് ചെയ്തത്. നമ്മളൊന്നും പ്രയത്നിക്കണ്ട, നാമം ചൊല്ലിയാൽ മാത്രമേ, ബാക്കി ഭഗവാൻ നോക്കിക്കോളും. ഭഗവാൻ അതാണ് ആഗ്രഹിക്കുന്നത്, നമ്മളുടെ മനസ്സിലുള്ള കൽമശങ്ങളെ നശിപ്പിക്കുക. അതിന് ഭഗവാന്റെ നാമം ഉച്ചരിക്കുക എന്നാണ് പറയുന്നത്. So even those who sincerely endeavor for self-improvement know that it is very hard to quell cherished ambitions. നമ്മളുടെ ഭൗതിക തലത്തിലുള്ള ആംബിഷൻസ്, ഗോൾ, ലക്ഷ്യങ്ങള്, ആഗ്രഹങ്ങള്, ഇതെല്ലാം കളയാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ നാമത്തിന് അതിനൊരു കഴിവുണ്ട്. നമ്മൾ വളരെ ഫോഴ്സ്ഫുള്ളി നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളെ കൗണ്ടർ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ആഗ്രഹങ്ങളുടെ മനസ്സിൽ നിന്ന് മാറണമെന്നുണ്ടെങ്കിൽ, ആ ഒരു ഡിറ്റാച്ച്മെന്റ് വരണമെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ നാമത്തിനെ പറ്റുള്ളൂ. ഭഗവാന്റെ നാമം ചൊല്ലുക. ഭഗവാന്റെ നാമം നമ്മൾ വളരെ സിൻസിയറായിട്ട് ആത്മാർത്ഥമായിട്ട് ചൊല്ലുകയാണെങ്കിൽ അതിന് ഭഗവാനോട് പ്രാർത്ഥിക്കണം, എനിക്ക് ഒരുപാട് കൽമശങ്ങളുണ്ട്, ഒരുപാട് അനർത്ഥങ്ങളുണ്ട് മനസ്സിൽ, അതെല്ലാം ശുദ്ധീകരിച്ച് തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ വളരെ ആത്മാർത്ഥമായിട്ട് ഭഗവാൻ അത് ചെയ്യും. Sometimes these ambitions are so grandiose that we keep them secret, yet we cherish them within. പല ആഗ്രഹങ്ങളും നമ്മുടെ പുറത്ത് ആൾക്കാരോട് പറയില്ല, ഈവൻ വേണ്ടപ്പെട്ട ആൾക്കാരോടും പറയില്ല. അതെല്ലാം നമ്മുടെ മനസ്സിൽ ഒളിപ്പിച്ചു വെക്കും. എന്നിട്ട് അത് ആഗ്രഹിച്ച് ഞാൻ ഇന്നതാവും, ഞാൻ ഇന്നത് നേടും എന്ന് അത് മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് നമ്മളത് ആനന്ദിക്കുകയാണ്, ഇന്നല്ലെങ്കിൽ നാളെ എനിക്കത് സാധിക്കും എന്നുള്ളത്. Okay. As an obscure, untalented man thinks he may one day become the dictator of the world. എങ്ങനെയാണ് ഒരു ഉപമ? Obscure, untalented man thinks he may one day become the dictator of the world. അതായത് ഒരു കഴിവുമില്ലാത്ത, ഒരു ടാലന്റും ഇല്ലാത്ത ഒരു വ്യക്തി വിചാരിക്കുകയാണ് ഞാൻ ഒരു സ്വേച്ഛാധിപതി ആവും ഇന്നല്ലെങ്കിൽ നാളെ. അതേപോലെ നമ്മളുടെ ആഗ്രഹങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ അത് ഒളിപ്പിച്ചു വെച്ച് അത് സ്വയം ആസ്വദിക്കാൻ എന്നല്ലെങ്കിൽ നാളെ ഞാൻ അത് ആയിത്തീരും എന്നുള്ള ആഗ്രഹം. ഞാൻ നല്ലൊരു ഫിലോസഫറാവും, ഞാൻ നല്ലൊരു സ്കോളറാവും, ഞാൻ നല്ലൊരു പ്രീച്ചറാവും, ഞാൻ നല്ലൊരു കീർത്തനയാവും, ഞാൻ നല്ലൊരു എന്ത് തന്നെയാണ്. ഈവൻ മെറ്റീരിയൽ വേൾഡ് ഞാൻ ഒരു വലിയ കമ്പനിയുടെ CEO ആവും, അല്ലെങ്കിൽ വലിയ കുറെ എംപയേഴ്സ് ഞാൻ ഉണ്ടാക്കും, ബിസിനസ് എംപയേഴ്സ്. അപ്പൊ അങ്ങനെ ചെറിഷ് ചെയ്യുന്ന ആൾക്കാരാണ് മിക്കവാറും. അതൊരിക്കലും ഇതെല്ലാം കാസൽസ് ഇൻ ദ എയർ അല്ലേ. ആകാശത്ത് നമ്മൾ കൊട്ടാരങ്ങൾ പണിയുന്ന പോലെയാണ്. ആകാശത്ത് നമുക്ക് കൊട്ടാരം പണിയാൻ പറ്റില്ല. കർദമമുനിക്ക് പറ്റി, അദ്ദേഹത്തിന് മിസ്റ്റിക് പവർ ഉണ്ടായിരുന്നു അല്ലേ. എന്നിട്ട് കർദമമുനി ദേഹൂതി അവിടെ കൊണ്ട് താമസിപ്പിച്ചിട്ടു. എല്ലാ ആഗ്രഹങ്ങളും, ഭൗതിക തലത്തിലെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിച്ചു കൊടുത്തു. പക്ഷെ നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് അതിനൊന്നും കഴിവില്ല. നമ്മളുടെ സ്വപ്നത്തിൽ മാത്രമേ നമ്മൾ ആകാശത്ത് കൊട്ടാരമുണ്ട്. ഇൻ ഫ്യൂച്ചർ വരുമായിരിക്കാം, അത് വേറെ കാര്യം. പക്ഷെ ഇപ്പോഴത്തെ ഈ കാലത്തിൽ നടക്കുന്ന കാര്യമല്ല. ഓക്കെ, ഇപ്പൊ ഒരുപാട് സ്പേസ് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ആ തലത്തിലേക്ക് സയൻസ് പുരോഗമിക്കുന്നുണ്ട്. പക്ഷെ ഒന്നും സാധാരണക്കാർക്ക് നടക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. സോ an unpublished poet dreams he will become the next Shakespeare. അതാണ് ഒരു പോയറ്റിന്റെ ആഗ്രഹം. ഷേക്സ്പിയർ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പോയറ്റാണ്. അപ്പോൾ അദ്ദേഹത്തെ പോലെ ആവും എന്നുള്ളൊരു ആഗ്രഹം. അപ്പോൾ ഓരോരുത്തർക്കും ആഗ്രഹമുണ്ട്, അതെല്ലാം. അപ്പോൾ നമ്മുടെ പറയുന്ന അൺപബ്ലിഷ്ഡ് പോയറ്റ്, പേര് വെളിപ്പെടുത്തിയിട്ടില്ല. ഓക്കെ, അങ്ങനെ ഓരോരുത്തരുടെയും ആഗ്രഹങ്ങളായിരിക്കും, ഞാൻ ഇന്നതാവണം. ആൻഡ് സോ ഓൺ. The materialists are always being encouraged to fan the fires of their ambition. ഇപ്പം നമ്മളെ ഈവൻ നമ്മുടെ മക്കളെയും ഒക്കെ പഠിക്കുക, അത് ചെയ്യുക, കോമ്പീറ്റ് ചെയ്യുക, ആൻഡ് കം ഫസ്റ്റ്. ഇതാണ് നമ്മളുടെ ആഗ്രഹം. മക്കൾ ഉന്നത തലത്തിൽ എത്തണം. ഒരു മാതാപിതാക്കളും എൻ്റെ ഒരു മകൻ ഒരു നല്ലൊരു ഭക്തനായി തരണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ കുറവായിരിക്കും. അതായത് ഭൗതിക ലോകത്തിൽ അവൻ അധികം വിജയം പ്രാപിച്ചില്ലെങ്കിലും ഒരു നല്ലൊരു ഭക്തനായ മതി എന്നുള്ള ആഗ്രഹം വെച്ച് പുലർത്തുന്ന മാതാപിതാക്കൾ വളരെ കുറവായിരിക്കും. ഇല്ല എന്ന് പറയുന്നില്ല, പക്ഷെ കുറവായിരിക്കും. കൂടുതൽ എന്താണ്,
അവൻ നല്ലൊരു എഡ്യൂക്കേഷൻ കിട്ടണം, നല്ലൊരു ജോലി കിട്ടണം, നല്ല ശമ്പളം കിട്ടണം, നല്ല പേരും പ്രശസ്തിയും കിട്ടണം. അതിൻ്റെ കൂടെ കുറച്ച് ഭക്തിയും കൂടി ആയാൽ കുഴപ്പമില്ല, അല്ലേ? പക്ഷെ അതൊന്നും കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, അവന് നല്ലൊരു ഭക്തനായി തീർന്നാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ കുറവായിരിക്കും, അല്ലേ? എന്താണ് അഭിപ്രായം? ശരിയാണ് പ്രഭു. അതെ അതെ പ്രഭു. എല്ലാവർക്കും ഭൗതിക തലത്തിലുള്ള ആ ഒരു പേരും പ്രശസ്തിയും പ്രതാപവും ഇതൊക്കെയാണ് വേണ്ടത്. മറ്റത് കിട്ടിയാൽ നന്നായിരിക്കും, കുഴപ്പമില്ല. പക്ഷേ പ്രയോറിറ്റി ഇതിനാണ്. ഈവൻ ഭക്തന്മാരെ നമ്മളെ പ്രാക്ടീസിങ് ഡിവോട്ടീസിനും കൂടി അതാണ്. സോ വാട്ട് ടു സ്പീക്ക് ഓഫ് നോട്ട് ഡിവോട്ടീസ്. അപ്പൊ അതിനെ ഫാൻ ചെയ്തുകൊണ്ടിരിക്കും. അതായത് നമ്മളുടെ ലക്ഷ്യത്തിലെത്താൻ, നമ്മളുടെ ആഗ്രഹങ്ങൾ സബലീകരിക്കാൻ വേണ്ടിയിട്ട് അതിനെയാണ് ഇൻസ്പയർ ചെയ്തുകൊണ്ടിരിക്കും, അതിനെ എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കും. ഈവൻ ചിൽഡ്രൻ ആർ എൻകറേജ് ബൈ ദ പാരൻസ് ടു ഗെറ്റ് ഹെഡ്. അതാണ് ഞാൻ പറയുന്നത്. ഈവൻ കുട്ടികൾ, ആ കുട്ടികളുടെ മാതാപിതാക്കളുടെ ആഗ്രഹം അതാണ്, യു ഷുഡ് ബിക്കം സംബഡി ഇൻ ദിസ് മെറ്റീരിയൽ വേൾഡ്. അതിലൂടെ നമ്മൾ ആനന്ദം കണ്ടെത്തുന്നു, അല്ലേ? എസ്പെഷ്യലി മാതാപിതാക്കൾക്ക് നേടിയെടുക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളെ അവരെന്ത് ചെയ്യും, തന്നെ മക്കളിലൂടെ അത് ആഗ്രഹിച്ചെടുക്കും. സ്വന്തം മാതാപിതാക്കൾക്ക് അത് പറ്റിയില്ല, പല കാരണക്കാർ. ഓക്കെ, ഒന്നല്ലെങ്കിൽ അതിനുള്ള ഒരു കണ്ടീസീവ് അറ്റ്മോസ്ഫിയർ ഉണ്ടായിരുന്നില്ല, ഫിനാൻഷ്യൽ ബാക്കിംഗ് ഉണ്ടായിരുന്നില്ല, ഓക്കെ, അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അത് നേടിയെടുക്കാൻ പറ്റിയില്ല. അപ്പം എന്താ, ഇപ്പോൾ അവർക്ക് അതിനുള്ള ഒരു സാഹചര്യം വന്നിട്ടുണ്ട്, തൻ്റെ മക്കളെ അതിലൂടെ കൊണ്ടുപോയിട്ട് അപ്പോൾ അവർ പൂർത്തീകരിക്കുന്ന ആഗ്രഹങ്ങളെ ഇവർ സന്തോഷിക്കുന്നു. ഇതാണ് എക്സ്റ്റെൻഡഡ് സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ. അവനോട് പറ്റിയില്ല, തൻ്റെ മക്കളിലൂടെ ഈ കാര്യങ്ങളെല്ലാം ആസ്വദിക്കുക. സോ ബട്ട് പ്യൂർ ഡിവോട്ടീസ് ഓഫ് ദ ലോർഡ് ആർ വെൽ അവെയർ ദാറ്റ് ഓൾ വേൾഡ്ലി ആംബിഷൻസ് ആർ യൂസ്ലെസ്. ഭക്തന്മാർക്കറിയാം, അതായത് ഭൗതിക ലോകത്തിലെ ഈ ആംബിഷൻസ്, ഈ ലക്ഷ്യങ്ങൾ, ഈ ആഗ്രഹങ്ങൾ എല്ലാം യൂസ്ലെസ്. കാരണം എന്താണ്? അത് നശ്വരമാണ്. അത് എത്ര കാലം കൊണ്ട് നടക്കും ഈ പദവി? ഓക്കെ, ഒരു കമ്പനിയുടെ ഒരു CEO ആയി എത്ര കാലം? ഈ 10 കൊല്ലം, 20 കൊല്ലം, 30 കൊല്ലം. അത് കഴിഞ്ഞാൽ അന്ന് റിട്ടയർ ചെയ്യണം. അത് റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആരും മാനിക്കില്ല, അല്ലേ? ഇപ്പോൾ ടെമ്പററിയാണ്, നശ്വരമാണ്. നമ്മുടെ ഒരുപാട് ധനം വന്നു, ഓക്കെ, എത്ര കാലം ഉണ്ടായിരിക്കും? എത്ര കാലം നമുക്കത് അനുഭവിക്കാൻ പറ്റും? നമുക്ക് നല്ല ആരോഗ്യമുള്ളത് വരെ അത് അനുഭവിക്കാം. പൈസ ഉണ്ടായിട്ടും പിന്നെ കാര്യമില്ല, കാരണം നമുക്കൊന്നും അത് ആസ്വദിക്കാൻ പറ്റില്ല. അതെല്ലാം ടെമ്പററിയാണ്, താൽക്കാലികമാണെന്ന് ഒരു ഭക്തനറിയാം. അതാണ് പറയുന്നത്, ബട്ട് പ്യൂർ ഡിവോട്ടീസ് ഓഫ് ദി ലോർഡ് ആർ വെൽ അവെയർ ദാറ്റ് ഓൾ വേൾഡ്ലി ആംബിഷൻസ് ആർ യൂസ്ലെസ്. കാരണം അത് ടെമ്പററിയാണ്, അത് മീനിങ്ലെസ് ആണ്. ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ to instruct us criticizes his own mind and asks, why are you after fame? Don't you know it is as worthless as dung of a boar? അപ്പോൾ നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജ്, പ്രഭുപാദ സ്പിരിച്വൽ മാസ്റ്റർ പറയാണ്, വൈ ആർ യു ആഫ്റ്റർ ഫെയിം? എന്താണ് പ്രശസ്തിയുടെ പിന്നാലെ പോകുന്നത്, കീർത്തിയുടെ പിന്നാലെ പോകുന്നത്? ഡോണ്ട് യു നോ ഇറ്റ് ഈസ് ആസ് വർത്ത്ലെസ് ആസ് ദ ഡങ് ഓഫ് എ ബോർ. ഒരു പന്നിയുടെ മലത്തിന് തുല്യമാണ് അത്. അതായത് ഫെയിം എന്നാണ് പറയുന്നത്. എന്താണ്? നമ്മുടെ കണ്ണ് തുറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നമ്മുടെ കണ്ണ് തുറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. കാരണം വെച്ചാൽ ഡോണ്ട് ഗോ ആഫ്റ്റർ ദാറ്റ്. വാട്ട് ഈസ് പെർമനന്റ്? അതിൻ്റെ പിന്നാലെ പോവുക. പെർമനന്റ് ആയിട്ടുള്ള ഡിവോഷണൽ സർവീസാണ്, ഡിവോഷണൽ ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ അതിൻ്റെ പിന്നാലെ പോയാൽ അത് ഒരിക്കലും നശിക്കാത്ത ഒന്നാണ്, എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. അതാണ് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം അങ്ങനെ പറയുന്നത്. Srila Raghunath Das Goswami uses an equally graphic metaphor to criticize his mind in his Manat Siksha, comparing the desire for fame to a filthy dog eater dancing in his heart. Srila Raghunath Das Goswami, Arana Raghunath Das Goswami,
അദ്ദേഹത്തിന്റെ എന്താണ് കോൺട്രിബ്യൂഷൻ? ആരാണ്? എന്താ പ്രഭു? രഘുനാഥദാസ ഗോസ്വാമി അല്ലേ ചൈതന്യ ചരിതാമൃതം പറഞ്ഞു കൊടുത്തത് വൃന്ദാവനത്തില് വെച്ച്? അതെ അതെ. മഹാപ്രഭുവിന്റെ കൂടെ 10-16 കൊല്ലം ഒരുമിച്ച് 16 വർഷം ജഗന്നാഥപുരിയില്. അതെ. അപ്പൊ അദ്ദേഹം തന്റെ മനഃശിക്ഷ എന്നുള്ള പുസ്തകത്തില് മനസ്സിനോട് ശിക്ഷണം കൊടുക്കുക, മനസ്സിന് ശിക്ഷണം കൊടുക്കുകയാണ്. അപ്പൊ അതിൽ പറയുന്നുണ്ട് എന്താണ്? കമ്പയറിങ് ദ ഡിസയർ ഫോർ ഫെയിം, അതായത് നമ്മുടെ ആഗ്രഹം പ്രശസ്തിക്ക്, പേരും പ്രശസ്തിയും, പൂജ, ലാഭ, പ്രതിഷ്ഠ എന്നീ കാര്യങ്ങൾക്കുള്ള ആഗ്രഹം എന്തിനാണ് ഉപയോഗിച്ചിരിക്കുന്നത്? ടു എ ഫിൽത്തി ഡോഗ് ഈറ്റർ ഡാൻസിങ് ഇൻ ഹിസ് ഹാർട്ട്. അതായത് നമ്മുടെ ഹൃദയത്തിൽ ഡാൻസ് കളിക്കുന്ന ഒരു ഫിൽത്തി ഡോഗ് ഈറ്റർ ആയിട്ടാണ് അതിനെ ഓർമ്മിച്ചിരിക്കുന്നത്. ഡിവോട്ടീസ് ദെൻ മസ്റ്റ് ഓൾവേസ് ബി വിജിലന്റ് ദാറ്റ് ദ സട്ടിൽ ഡിസയർ ഫോർ നെയിം, ഫെയിം ആൻഡ് ഹൈ പൊസിഷൻ, അതായത് എന്താണ്? പൂജ, ലാഭ, പൂജ, പ്രതിഷ്ഠ, ഇതെല്ലാം ഇതാണ്. അപ്പം നമ്മൾ വളരെ സൂക്ഷിക്കണം. ഇതിന്റെ പിന്നാലെ പോയാൽ നമുക്ക് ഒരു നല്ല ഡിവോട്ടി ആവാൻ പറ്റില്ല. ഇതെല്ലാം എന്താണ്? സ്റ്റംബ്ലിംഗ് ബ്ലോക്കാണ്, ഡെട്രിമെന്റൽ ടു ഡിവോഷണൽ സർവീസ്. നെയിം, ഫെയിം, നാമം, അതായത് പേര്, പ്രശസ്തി, പ്രതിഷ്ഠ, ഇതെല്ലാം ടെക്നിക്കലി കോൾഡ്, അത് അവിടെ എഴുതിയിട്ടുണ്ട്, ടെക്നിക്കലി കോൾഡ് പ്രതിഷ്ഠ, ഡസ് നോട്ട് അറൈസ് വിത്തിൻ ദ ഹാർട്ട് സിൻസ് ഇറ്റ് ബ്ലോക്സ് പ്യുർ ലവ് ഫോർ കൃഷ്ണ ആൻഡ് ഫ്രം എൻറ്ററിങ് ദർ. അപ്പോൾ ഇതുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് കൃഷ്ണൻ പ്രവേശിക്കില്ല. കൃഷ്ണൻ എവിടെ വരിക? എവിടെയാണ് കൃഷ്ണൻ പ്രവേശിക്കുക? പ്യുവറായിട്ടുള്ള സ്ഥലത്ത്, നിർമ്മലമായിട്ടുള്ള ഹൃദയത്തില്, അല്ലേ? വെണ്ണ പോലെയുള്ള ഹൃദയത്തില്, ആ സ്ഥലത്ത് ഭഗവാൻ പ്രവേശിക്കുള്ളൂ. എന്നാൽ എല്ലാവരും പറയും ഭഗവാൻ കൃഷ്ണൻ എല്ലാവരും ഹൃദയത്തിലില്ലേ? ഉണ്ട്. ഭഗവാൻ എല്ലാവരും ഹൃദയത്തിലുണ്ട്. പക്ഷെ എന്താണ്? നമ്മൾ ഉറക്കി കടത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ ഭഗവാൻ സ്വയം ഉറങ്ങിയിരിക്കുക. കാരണം നമ്മുടെ ആ അനർത്ഥങ്ങളും കൽമശങ്ങളൊന്നും കാണാൻ പറ്റുന്നില്ല. അത്രയും ഫിൽതി, ഡേർട്ടിയാണ് നമ്മുടെ ഹാർട്ട്. അപ്പോൾ അവിടെ ഉണർന്ന് കിടക്കാൻ പറ്റില്ല. അപ്പോൾ ഡോർമെൻ്റ് ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഹൃദയത്തിൽ ശരിക്കും പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയം ക്ലിയർ ആയിരിക്കണം, നല്ല സ്ഥലത്ത്. ഇപ്പം നമ്മുടെ ഇപ്പം നമുക്ക് നമ്മുടെ ഒരാളുടെ വീട്ടിൽ ക്ഷണിക്കുകയാണ്. അപ്പോൾ അവിടെ നമുക്ക് അന്ന് രാത്രി കിടക്കണം. അപ്പം നമ്മൾ ഏറ്റവും വൃത്തികെട്ട ഒരു സ്ഥലത്ത് പോയിട്ട് നമുക്ക് ബെഡ് വിരിച്ച് തന്നാൽ നമുക്ക് കിടക്കാൻ പറ്റുമോ? പറ്റില്ല. നമ്മൾ അവിടുന്ന് എങ്ങനെയും പോയി വേറെ എവിടെയെങ്കിലും പോയി, അല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ താഴെ എവിടെയെങ്കിലും, അല്ലെങ്കിൽ ഒരു ലാബറട്ടറിയുടെ ഉള്ളിൽ ബെഡ് വിരിച്ച് തന്നാൽ നമ്മൾ കിടക്കാൻ പറ്റും? പറ്റില്ല. അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ അതായത് അത് മുഴുവന് മലിനം, അല്ലേ? അതായത് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള അങ്ങനത്തെ സ്ഥലത്ത് എങ്ങനെ ഭഗവാൻ വന്നിരിക്കും? നമ്മുടെ ഹൃദയം എത്രയോ ജന്മജന്മാന്തരമായിട്ട് കൽമശങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. അങ്ങനത്തെ സ്ഥലത്ത് ഭഗവാനെ കൊണ്ടിരുത്താൻ പറ്റും? നമുക്ക് കൊണ്ടിരുത്താൻ പറ്റില്ല. അതുകൊണ്ട് ഭഗവാൻ ഡോർമെൻ്റ് ആയിരിക്കുകയാണ്, ആണ് ടോട്ടലി ഇനേർട്ട്. ഭഗവാൻ പേരുണ്ട് പരമാത്മാവിൻ്റെ രൂപത്തിൽ, പക്ഷേ ഹി ഈസ് നോട്ട് ആക്റ്റീവ്. എപ്പോഴാണ് ശരിക്കും എൻ്റർ ചെയ്യുന്നത്? അതുകൊണ്ടാണ് ധ്രുവ മഹാരാജ് യോന്ത പ്രവിശ്യ മമ വാച മമാം പ്രസൂക്താം സഞ്ജീവ യതി അഖില ശക്തി ധരസദാംനാം അന്യാം ച ഹസ്തചരണ ശ്രവണത്വകാദീൻ പ്രാണാം നമോ ഭഗവതേ പുരുഷായ തുഭ്യം. യോ അന്തപ്രവിശ്യ, അങ്ങ് എൻ്റെ ഹൃദയത്തിൽ പ്രവേശിച്ചപ്പോൾ എന്താണ്? എൻ്റെ ഇന്ദ്രിയങ്ങളെല്ലാം എൻലൈറ്റൻഡ് ആയി. ആ ഇന്ദ്രിയങ്ങളെല്ലാം എൻലൈറ്റൻഡ് ആയപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആ ഭൗതിക തലത്തിലുള്ള ആഗ്രഹങ്ങളെല്ലാം മാറി. അത്രയും ഒരു കഠോരമായിട്ടുള്ള തപസ്, കഠോരമായിട്ട് അത്രയും സിൻസിയർ ആയിട്ടുള്ള ഡിറ്റർമിനേഷനോടുകൂടിയുള്ള തപസ്സാണ് അദ്ദേഹം ചെയ്തത്. നമ്മൾ അങ്ങനെ തപസ് ചെയ്യുന്നില്ല. അപ്പം അദ്ദേഹത്തിൻ്റെ മനസ്സിലും ആഗ്രഹങ്ങളുണ്ടായിരുന്നു ഭൗതിക തലത്തിൽ. പക്ഷേ ആ സിൻസിയറിറ്റി കണ്ടിട്ട് ഭഗവാൻ അത് പ്രവേശിച്ചിട്ട് ആ ആഗ്രഹങ്ങളെല്ലാം മാറ്റി, ആ ആഗ്രഹങ്ങളെ മാറ്റി എന്തായി? അപ്പോൾ അദ്ദേഹത്തിന് ഒരു ആംബിഷൻസും ഒരു ആഗ്രഹങ്ങളില്ല, ഒറ്റ ആഗ്രഹം ഉണ്ടായുള്ളൂ. അതാണ് പറയുന്നത്, സ്ഥാനാഭിലാഷി തപസി സ്ഥിതോഹം ത്വം പ്രാപ്തവാൻ ദേവമുനീന്ദ്ര ഗുഹ്യം കാഞ്ചൻ വിജിൻവൻ അപി ദിവ്യരത്നം
സ്വാമിൻ കൃതാർത്ഥോസ്മി വരം നയാചേ. എന്താണ് പറയുന്നത് ധ്രുവ മഹാരാജ്? സ്ഥാന അഭിലാഷി തപസി സ്ഥിതോ. എൻ്റെ ആഗ്രഹം എന്തായിരുന്നു? സ്ഥാനം. ഇവിടെ പറയുന്നില്ലേ പൊസിഷൻ, പൂജ, ലാഭ, പ്രതിഷ്ഠ, സ്ഥാനം. എനിക്ക് ബ്രഹ്മാവിനെക്കാട്ടിലും വലിയ ഒരു രാജ്യം ഭരിക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. വലിയൊരു രാജാവിൻ്റെ, ബ്രഹ്മാവിനെക്കാട്ടിലും. സ്ഥാന അഭിലാഷ, അതായിരുന്നു എൻ്റെ അഭിലാഷ. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്? തപസി സ്ഥിതോഹം, തപസ് ചെയ്ത് ഞാൻ അതിനു വേണ്ടിയിട്ടായിരുന്നു. അല്ലാണ്ട് ഭഗവാനെ ദർശിക്കണം, ആ രൂപം കണ്ട് ആനന്ദിക്കണം, അതല്ലായിരുന്നു. അത് അദ്ദേഹത്തിന്, അതായത് ധ്രുവ മഹാരാജാവിൻ്റെ ആഗ്രഹം നല്ലൊരു സ്ഥാനം, പൊസിഷൻ കിട്ടുക, ഒരു പദവി കിട്ടുക, അത് ബ്രഹ്മാവിനേക്കാളിലും വലിയ പദവി ആയിരിക്കണം, അതായിരുന്നു ആഗ്രഹം. സ്ഥാനാഭിലാഷി തപസി സ്ഥിതോഹം ത്വം പ്രാപ്തവാൻ ദേവമുനീന്ദ്ര ഗുഹ്യം. അതായത് അങ്ങനെ, പക്ഷേ അങ്ങേ പ്രാപിക്കുക എന്നുള്ളത്, എസ്പെഷ്യലി നമ്മളുടെ ഭൗതിക ആഗ്രഹങ്ങൾ വെച്ചിട്ട് ഭഗവാനെ പ്രാപിക്കുക എന്ന് വെച്ചാൽ അത് ഈസി അല്ല. ഓക്കെ, ആർക്കൊക്കെ? ത്വം പ്രാപ്തവാൻ ദേവ മുനി ഇന്ദ്ര ഗുഹ്യം. ഗുഹ്യം എന്ന് പറഞ്ഞാൽ കോൺഫിഡൻസ്, അതായത് വളരെ ബുദ്ധിമുട്ടാണ്. അതായത് ദേവന്മാർക്കും ഇന്ദ്രൻ, മുനിമാർക്കും, ഇവർക്കെല്ലാം ഇത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. പ്രാക്ടിക്കലി അവർക്കും കൂടിയും ഭഗവാന്റെ ദർശനം കിട്ടില്ല. ഇന്ദ്രനായാലും ശരി, ചന്ദ്രനായാലും ശരി, വരുണനായാലും ശരി, വായുവായാലും ശരി, അഗ്നിയായാലും ശരി, ഏത് ദേവി ദേവതമാരായാലും ശരി, അവർക്ക് ഭഗവാന്റെ ഡയറക്റ്റ് ഓഡിയൻസ്, ഡയറക്റ്റ് ദർശനം കിട്ടില്ല. അതാണ് എനിക്ക് സാധിച്ചിരിക്കുന്നത് ധ്രുവ മഹാരാജ്. അത് എൻ്റെ മനസ്സ് മുഴുവന് ഭൗതിക ആഗ്രഹങ്ങൾ നിറഞ്ഞിട്ടും എനിക്ക് ആ ദർശനം കിട്ടി, ഭഗവാന്റെ ആ ഡയറക്റ്റ് ദർശനം കിട്ടി. അത് ഇന്ദ്രനും മുനിമാർക്കും മറ്റ് വിശിഷ്ട വ്യക്തികൾക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ് എനിക്ക് കിട്ടുന്നത്. കാഞ്ചൻ വിചിൻവൻ അഭിദിവ്യരത്നം, അതായത് കുപ്പിച്ചില്ലുകൾ. എൻ്റെ ആഗ്രഹം എന്തായിരുന്നു? കുപ്പിച്ചില്ലുകൾ കിട്ടുന്നതായിരുന്നു. പക്ഷെ എനിക്ക് കിട്ടിയത് എന്താണ്? ദിവ്യരത്നം, ട്രാൻസെൻഡന്റൽ സ്റ്റോൺസ്. അപ്പൊ നമ്മൾ, ഫോർ എക്സാമ്പിൾ, നമ്മുടെ വഴിയിൽ പോകുന്ന സമയത്ത് കുറച്ച് കുപ്പിച്ചില്ല് കണ്ടാൽ നമ്മൾ എടുക്കുമോ? അത് ഒരു വിലയില്ല അതിന്. അപ്പൊ അതേപോലെ ധ്രുവന്റെ ആഗ്രഹം എന്തായിരുന്നു? ഭൗതിക തലത്തിലുള്ള ആഗ്രഹമായിരുന്നു. അത് കുപ്പിച്ചില്ലുകൾക്ക് സമാനമായിട്ടുള്ള ആഗ്രഹങ്ങളായിരുന്നു. അത്രയുള്ളൂ അതിന് വില. അതിന് യാതൊരു വില. കാരണം അത് താൽക്കാലികമാണ്, അല്ലെങ്കിൽ നാളെ അത് നമുക്ക് വിട്ടുപോകേണ്ടി വരും. അതുകൊണ്ട് കുപ്പിച്ചില്ലിനോടാണ് അങ്ങനത്തെ ഭൗതിക ആഗ്രഹങ്ങളെ ഓർമ്മിച്ചിരിക്കുന്നത്. കാഞ്ചൻ വിചൻ. പക്ഷെ കിട്ടിയത് എന്താണ്? അത് ആഗ്രഹിച്ചാലും അതിന് പകരം ഭഗവാൻ കൊടുത്തത് ദിവ്യ ട്രാൻസെൻഡന്റൽ ജ്വൽസ് ആണ് കൊടുത്തിരിക്കുന്നത്, ദിവ്യമായിട്ടുള്ള രത്നങ്ങൾ. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഈ കുപ്പിച്ചിലിന്റെ ആവശ്യമില്ല. അങ്ങേ കിട്ടി. എന്താണ് ട്രാൻസെൻഡന്റ് ജ്വൽ? ഭഗവാന്റെ ദർശനം. ഭഗവാന്റെ ദർശനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് വേണം? ഉള്ള ആവശ്യമുണ്ടോ? ഓക്കെ, ഭഗവാന്റെ ദർശനം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആ ആത്മാവിനുള്ള സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മൾ ഈവൻ ക്ഷേത്രങ്ങളിൽ പോയിട്ട് ഒരു മിനിറ്റ് ഭഗവാന്റെ ദർശനം കിട്ടുമ്പോൾ തന്നെ നമുക്ക് എന്തൊക്കെയാവുന്നു അല്ലേ? അയ്യോ, ഞാൻ അവിടെ 10 സെക്കൻഡ് എനിക്ക് നോക്കി നിൽക്കാൻ പറ്റി. ഗുരുവായൂർ പോയി, അല്ലെങ്കിൽ പത്മനാഭ സ്വാമി ക്ഷേത്രം പോയി, ശ്രീരംഗം പോയി, 10 സെക്കൻഡ് എനിക്ക് കാണാൻ പറ്റി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്തൊക്കെയാവുന്നു. അപ്പൊ ഭഗവാൻ സ്വയം, ഓഫ്കോഴ്സ് ഭഗവാനും ഭഗവാന്റെ അർച്ചവിഗ്രഹം തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. എങ്കിലും കൂടി ഭഗവാൻ സ്വയം വന്ന് ആദാൻ പ്രദാനം ചെയ്യുമ്പോഴുള്ള അത് വ്യത്യാസം തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഭഗവാൻ സ്വയം ഭഗവാന്റെ സത്യാനന്ദ രൂപത്തിലാണ് വന്നത്, മറ്റത് അർച്ചവിഗ്രഹത്തിലാണ്. അത് വ്യത്യാസമുണ്ട് തീർച്ചയായിട്ടും. രണ്ടുപേരും ഒന്നാണെങ്കിലും കൂടിയിട്ട് നമ്മളെ സംബന്ധിച്ചോളം ഓക്കെ, ഒരു ബദ്ധാത്മാവിനെ സ്വയം ഭഗവാൻ ഇറങ്ങി വരുന്ന സമയത്തും അങ്ങനെ. പക്ഷെ അത് നമുക്കൊരു വയമീഡിയം ആണെങ്കിലും കൂട്ടിയിട്ട് യാതൊരു വ്യത്യാസം കാണാൻ പാടില്ല. പക്ഷെ നമ്മൾ അത് ആ വ്യത്യാസം കാണുന്നു ഇവിടെ. അപ്പൊ ധ്രുവന് സ്വയം ഭഗവാൻ അവിടെ അവതരിച്ചു. അതും നാരദ മഹർഷി കംപ്ലീറ്റ് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഭഗവാൻ വരിക, എന്ത് വസ്ത്രം, എന്ത് ആഭരണങ്ങൾ ഇട്ടിരിക്കും, എങ്ങനെ എന്താ പറയുക, രൂപം, അപ്പിയറൻസ്, ഇതെല്ലാം കംപ്ലീറ്റ് അതേപോലെ തന്നെ എങ്ങനെ നാരദ മഹർഷി അതായത് വിവരിച്ചു കൊടുത്തു ഭഗവാന്റെ രൂപത്തിന്റെ ആഭരണത്തെയും, അതായത് വസ്ത്രത്തെയും, അതേപോലെ അവിടെ ഇറങ്ങി വന്നിരിക്കുകയാണ്. കണ്ടപ്പോൾ തന്നെ എല്ലാം മതി മറന്നു. എനിക്കിനി ഒന്നും വേണ്ട,
എൻ്റെ ജീവിത സാക്ഷാത്കാരം ഇവിടെ നടന്നു കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് ഒരു ആവശ്യമില്ല, ഒരു വരം വേണ്ട. സ്വാമിൻ കൃതാർത്ഥോസ്മി വരം നയാച്ചേ. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് എനിക്ക് ഒരു വരത്തിൻ്റെ ആവശ്യമില്ല. അങ്ങയെ കണ്ടു, അതന്നെ എല്ലാം. എനിക്ക് യാതൊരു ഭൗതിക ആഗ്രഹം ഇനി ബാക്കി വന്നില്ല. ഞാൻ ഭൗതിക ആഗ്രഹങ്ങൾ തേടി വന്ന ആണാണെങ്കിലും കൂടിയിട്ട് അങ്ങയുടെ ദർശനം കിട്ടിയ ശേഷം എനിക്ക് ഇനിയൊരു ബാക്കി ഒരു ആഗ്രഹമില്ല എന്ന് പറയും. നമുക്കറിയാം ധനുർദാസിന്റെ കഥ അല്ലേ? ധനുർദാസ് രാമാനുജാചാര്യരുടെ നല്ലൊരു ശിഷ്യൻ. അദ്ദേഹം ശിഷ്യനാവുന്നതിന് മുമ്പേ തൻ്റെ ഭാര്യയുള്ള ആസക്തി, ആ ഭാര്യയുടെ ആ സൗന്ദര്യത്തിലുള്ള ആസക്തി, അത്രയും സുന്ദരിയായിരുന്നു തൻ്റെ ഭാര്യ. അപ്പോൾ ഭഗവാന്റെ പ്രൊസഷൻ ശിവയിൽ നിന്ന് എടുക്കുകയാണ്. അതിൽ ഭഗവാന്റെ ഉത്സവമൂർത്തി കൊണ്ടുവരികയാണ്. എല്ലാവരും അതിന് വാദ്യമേളങ്ങളൊക്കെ ആയിട്ട് ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലിയിട്ട് ബ്രാഹ്മണന്മാർ വേദമന്ത്രങ്ങൾ ഉരുവിട്ട് എല്ലാവരും പ്രൊസഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഭഗവാന്റെ പിന്നാലെ. ഇവിടെ അദ്ദേഹം എന്താണ്, പ്രൊസഷൻ എങ്ങോട്ടാ പോകുന്നുണ്ടെങ്കിൽ അദ്ദേഹം തൻ്റെ ഭാര്യയുടെ സൗന്ദര്യം നോക്കിയിട്ട് പിന്നിലേക്ക് നടന്നു പോയിരിക്കുകയാണ്. അത് ആരെ നോക്കുന്നത്? ഭഗവാനല്ല, തൻ്റെ ഭാര്യയുടെ സൗന്ദര്യം ആസ്വദിച്ചിട്ട് കൊടയും പിടിച്ചു കൊടുത്തിട്ട് പിന്നിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. അപ്പം രാമാനുജൻ കണ്ടു, ഇതെന്താണ് ഇദ്ദേഹം ചെയ്യുന്നത്, ആരാണ് ഇയാൾ? അപ്പോൾ വിളിക്കാൻ പറഞ്ഞു അദ്ദേഹത്തിനെ. ഭഗവാന്റെ ദർശനം എടുക്കാതെ തൻ്റെ ഭാര്യയുടെ സൗന്ദര്യം കണ്ട് പിന്നിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രൊസഷനിൽ. വിളിക്കാൻ പറഞ്ഞു. വിളിച്ച് ചോദിച്ചു, എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്? ഭഗവാൻ അവിടെ കൂടെ ശിവയുടെ കൂടെ പോകാതെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? പറഞ്ഞു, എൻ്റെ ഭാര്യയുടെ സൗന്ദര്യം എനിക്ക് ഒരു നിമിഷം പോലും കണ്ണെടുക്കാൻ പറ്റാത്ത അത്രയും സൗന്ദര്യം എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് രാമാനുജൻ പറയും, ഓക്കെ, ഇതിലും കൂടുതൽ സൗന്ദര്യമുള്ള ഒരാളെ കാണിച്ചു തന്നാൽ ഈ പരിപാടി നിർത്തി വെച്ചു. തീർച്ചയായിട്ടും നിർത്തും. അപ്പോൾ ഒരു കാര്യം ചെയ്യൂ, അപ്പോൾ ഭഗവാന്റെ അടുത്തേക്ക് വരാൻ പറഞ്ഞു, സമയം കൊടുത്തു. അപ്പോൾ ആ സമയത്ത് ഭഗവാന്റെ അടുത്തേക്ക് വന്നു. രാമാനുജാചാര്യരുണ്ടായിരുന്നു. രാമാനുജാചാര്യർ നൊന്ത് പ്രാർത്ഥിച്ചു. ധനുർദാസ് ഉണ്ട്, അദ്ദേഹത്തിനെ ഒന്ന് അനുഗ്രഹിച്ചാലോ പറഞ്ഞ് പ്രാർത്ഥിച്ചു. ധനുർദാസും തൻ്റെ ഭാര്യയും കൂടി അവിടെ വന്നു. ഭഗവാൻ ശരിക്കും ഭഗവാന്റെ ദർശനം കാണിച്ചു കൊടുത്തു. അപ്പൊ അത് കണ്ടപ്പോൾ രണ്ടുപേർക്കും വന്ന ഒരിത്, അത് അവർക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പൊ മനസ്സിലായി ഭഗവാന്റെ സൗന്ദര്യം ശരിക്കും അവര് അനുഭവിച്ചറിഞ്ഞു. അന്ന് മുതൽക്ക് അവരിതെല്ലാം വിട്ടു രാമാനുജാചാര്യരുടെ ശിഷ്യന്മാരായി. വളരെ നല്ല ശിഷ്യന്മാർ. അപ്പോൾ ഈ ഭഗവാന്റെ സൗന്ദര്യം അത് എപ്പോഴും, അത് താൽക്കാലികമല്ല, ശാശ്വതമാണ്. അത് മാത്രമേ നമ്മുടെ കൂടെ നിൽക്കുള്ളൂ. ഭഗവാന്റെ നാമം ഇത് മാത്രമേ നിൽക്കുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ധ്രുവ മഹാരാജിന്റെ സ്റ്റോറി പറയാൻ കാരണം, അതായത് നമുക്ക് അങ്ങനെ ഒരുപാട് ഭൗതിക തലത്തിലുള്ള ആംബിഷൻസ് ഉണ്ട്. കാരണം നമ്മൾ ഒരു ഹയർ ടേസ്റ്റ് നമ്മൾ അനുഭവിച്ചറിഞ്ഞിട്ടില്ല ഇതേവരെ. നമ്മൾ അനുഭവിച്ചറിയുന്ന ഈ ടേസ്റ്റ് പറഞ്ഞ ഭൗതിക ലോകത്തിലുള്ള ടെമ്പററി ആയിട്ടുള്ള നശ്വരമായിട്ടുള്ള ആ ഒരു കാര്യങ്ങളാണ്. അപ്പോൾ അതിനും ഉപരിയായിട്ട് ഒരു ഉന്നത തലത്തിലുള്ള ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടാത്തത് കൊണ്ടാണ് ഇതാണ് ഓൾ ഇൻ ഓൾ എന്നുള്ള വിചാരത്തോടുകൂടി അതിൻ്റെ പിന്നാലെ നമ്മൾ ഓടുന്നത്. So called Pratishtha does not arise within the heart since it blocks pure love for Krishna from entering there. അപ്പോൾ ഭഗവാൻ അവിടെ പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഭൗതിക തലത്തിലുള്ള ഒരു ആഗ്രഹം ഉണ്ടാവാൻ പാടില്ല. ക്ലീൻ ആയിരിക്കണം. ക്ലീൻ, ഒരു ഫിൽത്ത്, ഒരു ഡേർട്ടിയും പാടില്ല. അങ്ങനത്തെ സ്ഥലത്താണ് ബലരാമൻ ജനനം തന്നെ. ഭഗവാൻ കൃഷ്ണൻ വരുന്നതിന് മുമ്പേ ബലരാമൻ വന്നു. എന്താണ്? എല്ലാം ക്ലീൻ ആക്കിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടാണ് കൃഷ്ണൻ അവതരിച്ചുള്ളൂ. ബലരാമൻ വരുന്നത് അതിനാണ്, എല്ലാം ക്ലീൻ ആക്കുക. ആദ്യം 6 മക്കളെയും കംസൻ കൊന്നു. അത് 6 അനർത്ഥങ്ങളായിട്ടാണ്. കാമക്രോധ ലോഭ മോഹമത മാത്സര്യ. പിന്നെ വന്നത് ബലരാമൻ അവനെല്ലാം ക്ലീനാക്കി. പിന്നീട് ഭഗവാൻ അവിടെ അപ്പിയർ ചെയ്തു. അതേപോലെ നമ്മുടെ മനസ്സിലും ഭഗവാൻ അപ്പിയർ ഉണ്ടെങ്കിൽ ഇവിടെ എല്ലാം
ക്ലീൻ ചെയ്യണം. ഗുണ്ടീച മാർജനം അത് വേറൊരു ഉദാഹരണമാണ്. ജഗന്നാഥ്പുരിയിലെ ജഗന്നാഥ് രഥയാത്ര എവിടേക്കാ പോകുന്നത്? നീലാചൽ നിന്ന് എവിടേക്കാ പോവുക? ജഗന്നാഥ്പുരിയിലെ രഥയാത്ര നീലാചൽ നിന്നും എവിടേക്ക് പോകും? ഗുണ്ടീച്ച. എന്താണ് സ്ഥലം? അതിന്റെ പേരെന്താണ്? ഞാൻ നീലാചൽ പറഞ്ഞപ്പോ മറ്റേ സ്ഥലം എന്താണ്? ഗുണ്ടീച്ച. എന്താണ്? സുന്ദരാചൽ. ഓക്കെ. ദ്വാരകയെന്ന് വൃന്ദാവനിലേക്ക് പോവുക. ആരാണ് ഗുണ്ടീച്ച? ഗുണ്ടീച്ച ആരുടെ പേരാണ്? ആരുടെ പേരാണ് ഗുണ്ടീച്ച? അമ്മയുടെ പേരല്ലേ പ്രഭു? ആരുടെ അമ്മയുടെ? ഇന്ദ്രദ്യുമ്ന രാജാവിന്റെ ഭാര്യയുടെ പേരല്ലേ? അതെ അതെ, അതാണ് ഇന്ദ്രദ്യുമ്ന മഹാരാജന്റെ ഭാര്യയുടെ പേരാണ് ഗുണ്ടീച്ച. ഓക്കെ. അപ്പോ നീലാചലിൽ നിന്ന് സുന്ദരാചലിലേക്ക് പോവുക. അപ്പോ അതിനു മുമ്പേ സ്നാനയാത്ര ഉണ്ട്. ഓക്കെ. അപ്പോൾ ഗുണ്ടീച മാർജനം ഉണ്ട്. ഭഗവാൻ ഇവിടുന്ന് നീലാചലിൽ സുന്ദരാചലിലേക്ക് പോകുന്നതിന് മുമ്പേ ഗുണ്ടീച മാർജനം, അതായത് ആ ടെമ്പിൾ മുഴുവനും വൃത്തിയാക്കും. ആ സമയത്ത് മാത്രമേ ഭഗവാൻ അവിടെ പോയി വസിക്കുള്ളൂ. എത്ര ദിവസം? 9 ദിവസമൊക്കെ. അപ്പോൾ ഗുണ്ടീച മാർജനം. എന്താണ് ഗുണ്ടീച മാർജനം? സിംബോളിക്കാണ്. കാരണം നമുക്ക് മനസ്സിലാക്കുന്ന ചൈതന്യ മഹാപ്രഭു അതായത് വളരെ കുറേ ആൾക്കാരായിട്ട്, കുറേ തൻ്റെ ഭക്തന്മാരായിട്ട് അവിടെ ക്ലീൻ ചെയ്യാണ്. അതും എന്താണ്? നമ്മളുടെ മനസ്സിലെ അഴുക്കിനെ ക്ലീൻ ചെയ്യുന്നതിന് തുല്യമാണ്. കാരണം ഭഗവാൻ അവിടെ വന്ന് താമസിക്കണ്ടേ. അപ്പോൾ ഒരു ലെവലേശം അഴുക്ക് അവിടെ പാടില്ല. അത്രയും സ്വന്തം ഉത്തരീയം എടുത്തിട്ടാണ് മഹാപ്രഭു ക്ലീൻ ചെയ്യുന്നത്. എത്രയോ ആൾക്കാരുണ്ടായിരുന്നു. ആൾക്കാരെല്ലാം ക്ലീൻ ചെയ്യുന്നുണ്ട്. ആ ആൾക്കാരെല്ലാം അവിടുത്തെ ഡസ്റ്റും ഇതെല്ലാം കൂട്ടി വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിലും എത്രയും കൂടുതലാണ് ഒരാള് ചൈതന്യ മഹാപ്രഭു സ്വയം മാലിന്യങ്ങൾ കൂട്ടുന്നത്. 10, 100, 1000 കണക്കിന് ആൾക്കാർ അവിടെ സമുദ്രത്തിൽ നിന്ന് വെള്ളം കൊണ്ടുവന്നിട്ട് കഴുകുക. ഓക്കെ. എന്നിട്ട് മുഴുവൻ വൃത്തിയാക്കിയിട്ടാണ്. ഏറ്റവും കൂടുതൽ ഈ ചൈതന്യ മഹാപ്രഭുവാണ് അവിടുത്തെ മാലിന്യങ്ങൾ സ്വരൂപിക്കുന്നത്, കളയുന്നത്. അപ്പോൾ ഇതും എന്താണ്? നമ്മളുടെ മനസ്സിനെ കഴുകിക്കളയുക, അനർത്ഥങ്ങൾ കഴുകുക, എന്നാലേ ഭഗവാൻ വന്നിരിക്കുള്ളൂ. അതേപോലെ ആ അമ്പലത്തിൽ വളരെ പ്യൂരിറ്റി ഉണ്ടെങ്കിൽ, ഒരു യാതൊരു അഴുക്കില്ലെങ്കിൽ മാത്രമേ അവിടെ ഭഗവാൻ വന്നിരിക്കുള്ളൂ. അതാണ് ഗുണ്ടീച മാർജനം. ഹരേ കൃഷ്ണ പ്രഭു. ഭഗവാന്റെ അമ്മയുടെ വീട്ടിൽ പോകുന്നത് സങ്കല്പിച്ചിട്ടല്ലേ അവിടെ പോകുന്നത്? അല്ല, ഭഗവാൻ നമ്മുടെ വീട്ടിലേക്കല്ല. എന്താ സങ്കല്പം പ്രഭു അവിടെ ഗുണ്ടിച്ച ടെമ്പിളിൽ പോകുന്നതിന്റെ? അതായത് അങ്ങനെ വൃന്ദാവനത്തിൽ പോവാ. വൃന്ദാവനത്തിൽ അമ്മ മാത്രമല്ലോ, എല്ലാവരും ഉണ്ടല്ലോ. ഗോപികമാരുണ്ട്, ഗോപന്മാരുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ അവിടെ പോകുന്ന സങ്കല്പമാണ് അല്ലേ? ഗുണ്ടിച്ച എന്ന് പറഞ്ഞാൽ ഇന്ദ്രദ്യുമ്ന മഹാരാജാവിന്റെ ഭാര്യയുടെ പേരാണ്. അവരുടെ പേരിലാണ് ടെമ്പിള്. അപ്പൊ ഇതിന്റെ എന്താ പറഞ്ഞ ആ ടെമ്പിൾ വരെ പോകുന്നത് ഈ സങ്കല്പത്തോടെ അല്ലേ? അതെ. അതായത് ദ്വാരകയിൽ നിന്ന് നമ്മൾ വൃന്ദാവനിലേക്ക് പോകുന്നത്. പക്ഷെ ഒരു കഥ, അതിന്റെ പുറകിൽ ഒരു കഥയുണ്ട് പ്രഭു. അതില് മാതാജി പറഞ്ഞ പോലെ ഈ ഗുണ്ടിച്ചയെ അമ്മയായിട്ടാ കാണുന്നത്. ആരെ? ഭഗവാനോ? ഞാനൊരു പറയട്ടെ അത്. പറഞ്ഞു. അത് ഒരിക്കല് ഇന്ദ്രദ്യുമ്ന മഹാരാജാവ് ഭഗവാനോട് പ്രാർത്ഥിച്ച്, എനിക്ക് മക്കള് വേണ്ട, വംശം നിലനിർത്തണ്ട, എനിക്ക് മക്കള് വന്നു കഴിഞ്ഞാൽ അവര് പറയും, പിന്നെ ഭാവിയിൽ അവര് പിള്ളേര് പറയും, ഇങ്ങനെ ഇത് ഉണ്ടാക്കിയത് എൻ്റെ അപ്പൂപ്പനാണ്, അല്ലെങ്കിൽ എൻ്റെ പരദാത അങ്ങനെയാണെന്ന് പറയും. അതുകൊണ്ട് എനിക്ക് മക്കള് വേണ്ടെന്ന് പറയും. ആ സമയം ഗുണ്ടീച്ച ഭാര്യ പറയും, എനിക്കൊരു പുത്രനെ തന്ന് പിന്നെ ആശീർവദിക്കണമെന്ന് പറയും. രണ്ടുപേരും ഓരോ സമയം ചോദിക്കും. അപ്പോഴത്തേക്ക് ഇന്ദ്രദ്യുമ്ന മഹാരാജാവ് പറയും, നീ എന്തിനാ അങ്ങനെ എന്ന് ചോദിക്കും. അപ്പൊ പറയും, എനിക്കൊരു കുട്ടിയെ വേണമെന്ന് പറയും. അപ്പൊ ഉടനെ ഭഗവാൻ പറയും, നിങ്ങളുടെ രണ്ടുപേരുടെയും ആഗ്രഹം ഞാൻ സാധിച്ചു തരാമെന്ന് പറയും.
അപ്പൊ അതിനാണ് പിന്നെ ഗുണ്ടിച്ച് അപ്പൊ പറയും എനിക്ക് ഇവിടുന്ന് വരാൻ പറ്റൂല, ജഗന്നാഥപുരിയിലെ ആൾക്കാർക്കെല്ലാം ഉദ്ധരിക്കേണ്ടതുണ്ട്, കലിയുഗത്തിൽ ആൾക്കാരെല്ലാം ഇങ്ങനെ പതീതരാണ്, അവരെല്ലാം ഉദ്ധരിക്കണം, അതുകൊണ്ട് എനിക്ക് എപ്പോഴും വരാൻ പറ്റുകയില്ല, കൊല്ലത്തിൽ കുറച്ച് ദിവസം ഞാൻ അമ്മയെ അങ്ങനെയാണ് അമ്മയായിട്ട് കാണണമെന്നാ പറയണത്. ഞാൻ ഇങ്ങനെ ഒരു കഥ ഇതിൽ പറഞ്ഞു, ആചാര്യൻ പറഞ്ഞത് കേട്ടതാ. അതായത് മൂന്ന് വരങ്ങളാണ് ചോദിക്കുന്നത് ആക്ച്വലി. ഇന്ദ്രദ്യുമ്നെ അയച്ച് 3 വരങ്ങൾ ചോദിച്ചു. ഇത് കഴിഞ്ഞ ശേഷം ടെമ്പിൾ എല്ലാം സ്ഥാപിച്ച ശേഷം, അതായത് എനിക്ക് മക്കള് പാടില്ല. എന്തുകൊണ്ട് മക്കള് പാടില്ല? കാരണം മക്കള് ഉണ്ടായാൽ പറയും ഇതിന്റെ അച്ഛന്റെ അമ്പലമാണ്, ഏത് എനിക്ക് അവകാശപ്പെട്ടതാണ്, പിന്നെ അവിടെ പ്രശ്നങ്ങൾ വരും. അതുകൊണ്ട് ഒരാളും ക്ലെയിം ചെയ്യാൻ പറ്റില്ല ഇത് എന്റെയാണ് അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെയാണ്, അത് ക്ലെയിം. അതുകൊണ്ട് എനിക്കൊരു ഒരു മക്കളും പാടില്ല. അതേ സമയത്ത് ഗുണ്ടിച്ച മാതാവിന് മകൻ ഉണ്ടായിരുന്നു, മക്കൾ. അപ്പൊ പറഞ്ഞു പേടിക്കണ്ട, ഞാൻ എന്താ പറയാ മകന്റെ സ്ഥാനത്തിരിക്കാം. മകന്റെ സ്ഥാനത്ത് ഇരുന്നാ പോരാ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ആര് ശ്രാദ്ധം ചെയ്യും? അപ്പൊ പറഞ്ഞു ഞാൻ ചെയ്യാം അമ്മയ്ക്ക് വേണ്ടിയിട്ട്, ശ്രാദ്ധം ചെയ്യാം. അതായത് ഇവൻ ശ്രാദ്ധം ചെയ്യുന്നുണ്ട് ഭഗവാൻ ചേക്ക് വേണ്ടത് തന്നെ അമ്മയ്ക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ രണ്ടുപേരുടെയും ആ ഒരു ആഗ്രഹം സാധിച്ചു. പിന്നെ രണ്ടാമത്തെ വരം ചോദിച്ചത്, അതായത് എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാനായിരിക്കണം, എപ്പോഴും ഭഗവാൻ. അതായത് ഭക്ഷണം കഴിച്ചിട്ട് കഴുകിയിട്ട് ആ വെള്ളം ഉണങ്ങുന്നതിന് മുമ്പേ അടുത്ത ഭക്ഷണം കഴിക്കണം, എപ്പോഴും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ട് ആ ഭഗവാൻ, അതായത് അവിടെ ഒരിക്കലും ഭഗവാൻ പ്രസാദത്തിന് ഒരു ഇത് കുറവ് വരാൻ പാടില്ല. ഭഗവാൻ 2 മണിക്കൂറും കൂടെ, അതായത് ഭക്ഷണം കഴിച്ചു, കൈ കഴുകി, അത് ആ കയ്യിലത്തെ വെള്ളം വറ്റുന്നതിന് മുമ്പേ അടുത്ത ഭക്ഷണം, അങ്ങനെ കണ്ടിന്യൂസ് ആയി വന്നു. മൂന്നാമത്തത് അതായത് ഭക്തന്മാർക്ക് 24 മണിക്കൂറും ദർശനം കൊടുക്കണം, ഉറങ്ങാനേ പാടില്ല. അതുകൊണ്ട് എന്താ ഹൈലൈറ്റ്സ് ഇല്ല. പക്ഷേ 2 മണിക്കൂർ 3, അതായത് 7 പ്രഹരം, 7 പ്രഹരമാണ്. ഒരു പ്രഹരം എന്ന് പറഞ്ഞാൽ 3 മണിക്കൂറാണ്. അപ്പൊ 21 മണിക്കൂറും അത് തുറന്നിരിക്കും, 3 മണിക്കൂറേ അടയ്ക്കുള്ളൂ. പക്ഷെ ആ 3 മണിക്കൂർ അടച്ചിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് അവിടെ ഡെമി ഗോഡ്സ് വരും ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട്, അപ്പോഴും ഉറങ്ങുന്നില്ല. അപ്പൊ 3 മണിക്കൂറേ നമ്മൾക്ക് ദർശനമില്ലാത്തുള്ളൂ, പക്ഷെ ഭഗവാൻ ഉറങ്ങുന്നില്ല അവിടെ. ഭഗവാനെ കാണാനും പൂജിക്കാനും വേണ്ടിയിട്ട് മറ്റുള്ള ഉപരിലോകങ്ങളിൽ നിന്ന് ദേവി ദേവതമാർ വന്നിട്ട് ഉപാസിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പ്രാവശ്യം വിഭീഷണൻ വന്നു. വിഭീഷണൻ വന്നിട്ട് പോവായിരുന്നു. അപ്പൊ അവിടുത്തെ ഒരു പൂജാരി ഉണ്ടായിരുന്നു. ആ പൂജാരിയുടെ പേര് പട്ടജോഷി മഹാപാത്ര. ഓക്കെ, പട്ടജോഷി മഹാപാത്ര വളരെ നല്ല പൂജയായിരുന്നു, നന്നായിട്ട് പൂജ ചെയ്യും, നന്നായിട്ട് സേവനം ചെയ്യും. അപ്പൊ വിഭീഷണൻ അറിയാം ഈ പൂജാരി ഹെഡ് പ്രീസ്റ്റ് അവിടുത്തെ വളരെ നല്ല സേവനം. അപ്പൊ അദ്ദേഹത്തിന് കാണണമെന്ന് ആഗ്രഹം. അപ്പൊ സാധാരണ വരുന്ന വഴി കൂടെ അല്ല അന്ന് വിഭീഷണൻ വന്നത്. അപ്പോൾ പട്ടജോഷി മഹാപാത്ര തന്റെ പൂജയെല്ലാം കഴിഞ്ഞ് രാത്രി മിഡ് ആയിട്ടുണ്ട്, 12 മണിയായിട്ടുണ്ട്. വീട്ടിലേക്ക് പോകണം, നടന്നു പോകാം, കാട്ടുകൂടെയൊക്കെ പോകണം, കുറച്ച് നടക്കണം. അപ്പൊ ഈ പ്രീസ്റ്റ് പട്ടജോഷി മഹാപാത്ര പോകുന്ന വഴി കൂടെ വിഭീഷണൻ വരുന്നു. അപ്പോ അവിടുന്ന് ദൂർന്ന ഒരു ചെലങ്കട ശബ്ദം കേൾക്കുന്നു. ചെലങ്കട ശബ്ദം കേൾക്കുമ്പോൾ നോക്കുന്നത് ആരാണ് കാണുന്നില്ല. പിന്നെ നോക്കുമ്പോൾ വലിയൊരു അജാനുഭാവിട്ടുള്ള ഒരാള്, 10-15 അടി ഉയരണ്ട്. നമുക്ക് ആലോചിച്ച് നോക്കാം, അന്നത്തെ കാലത്തെ 10-15 അടി ഉയരമുള്ള ഒരാളെ കാണുമ്പോൾ അദ്ദേഹം പേടിച്ചു. പക്ഷേ ഭയങ്കര എഫൾജൻസ്, ഭയങ്കര പ്രകാശം, നല്ല വസ്ത്രം, നല്ല ഓർണമെന്റ്സ് ഒക്കെ ധരിച്ചിട്ട് ഇത്രയും വലിയൊരു അജാനഭാവ് വന്ന് കാണുമ്പോൾ ഇതിന് പേടിയും തോന്നി, അതേപോലെ വളരെ ഒരു ആകാംക്ഷയും തോന്നി ആരാണെന്നാണ്. അപ്പൊ പറഞ്ഞു പേടിക്കണ്ട, ഞാൻ വിഭീഷണനാണ്, ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി വന്ന, നിങ്ങളുടെ സേവനം വളരെ ഇഷ്ടമാണ് എനിക്ക്, ഞാൻ ഭഗവാനെ കാണാൻ പോവാണ്. അപ്പൊ ഈ വഴി മാറിയിട്ട് നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ഈ വഴി കൂടെ വന്നാണ് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഓക്കെ, വളരെ സന്തോഷമായി കണ്ടത്, എൻ്റെ ഭാഗ്യമാണ്. പക്ഷേ ഞാൻ നിങ്ങളെ കണ്ടു എന്ന് എൻ്റെ വീട്ടുകാരും മറ്റുള്ളവരും പറയുമ്പോൾ അവരെങ്ങനെ വിശ്വസിക്കും? അപ്പൊ അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും നിങ്ങളൊരു ഒരു 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 വാട്ട് യു കോൾ സോവനിയർ ആയിട്ട് എനിക്ക് തരണം, എന്നാൽ എനിക്കത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആംലെറ്റ്, വിഭീഷണന്റെ ആംലെറ്റ് എടുത്തിട്ട് കൊടുത്തു. അതൊരു കാളവണ്ടി ചക്രത്തിന്റെ അത്ര വലുതുണ്ട്. ഒരു കാളവണ്ടിയുടെ ചക്രല്ലേ ആംലെറ്റ്. അപ്പൊ ആലോചിച്ച് നോക്കൂ അവരുടെ സൈസ് എന്തായിരിക്കുന്നു. ഒരു കാളവണ്ടി. എന്നിട്ട് അയാൾക്ക് ഏറ്റിക്കൊണ്ടുപോകും, എന്നിട്ട് ഉരുട്ടിയിട്ട് കൊണ്ടുപോയി, എന്നിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ചു. അതെപ്പോഴും അവരുടെ ആ വീട്ടിലുണ്ടാകാൻ പറയുന്നത്.
ഇപ്പോഴും അത് ആ വിഭീഷണന്റെ ആംലെറ്റ് എപ്പോഴും പൂരി പോയാൽ ആ വീട്ടിലുണ്ട് കാണാമെന്നാണ് പറയുന്നത്. ഏത് വീട്ടിലാണ് എനിക്ക് എക്സാക്ട്ലി എല്ലാ സ്ഥലം അറിയില്ല, പക്ഷെ ഞാൻ ഇത് കേട്ടതാണ്. ഒരുപാട് അങ്ങനെ ജഗന്നാഥന്റെ സ്റ്റോറീസ് ഉണ്ട്, ലീലകളുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന എന്താണ്, എവിടെ നിർത്തിയത്? ആ, ഗുണ്ടീച്ച. അപ്പൊ ഗുണ്ടീച്ച മാർജനം അതും ഇതിനോട്, അതായത് നമ്മുടെ ഹൃദയത്തിലെ കൽമശങ്ങളെയും അനർത്ഥങ്ങളെയും നശിപ്പിക്കുക, കഴുകിക്കളയുക, അതിൻ്റെ ഒരു സിംബോളിക് ഇതായിട്ടാണ് കാണുന്നത്. ആ ചൈതന്യ മഹാപ്രഭു വളരെ ഫേമസ് ആണ് ഗുണ്ടീച്ച മാർജനം. അപ്പൊ നമുക്ക് അതായത് 12ാമത്തെ, അതായത് നവകലയവരം എന്നുള്ള സമയത്ത്, അതൊരു 2016 തോന്നുന്നു, 2016 തോന്നുന്നു. അതെ, ഞങ്ങൾ പുരിയിൽ പോകുന്ന സമയത്ത് നവകലയവരം, അതായത് 12 കൊല്ലത്തിൽ ഡേറ്റീസ് മാറ്റും. ആ സമയത്ത് ഞങ്ങൾ പോയിട്ട് അത് ചെയ്തിട്ടുണ്ട്. ഗുണ്ടീച്ച മാർജനം ചെയ്യാനുള്ളൊരു അത് കാണാൻ പറ്റിയല്ലേ പ്രഭുവിനൊക്കെ? അത് കാണാൻ പറ്റി, അതിൽ ഗുണ്ടീച്ച മാർജനം ചെയ്യാൻ പറ്റി. ഓക്കെ, അങ്ങനത്തെ ഒരു ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, അത് ഈ കലവരം സമയത്ത്. ആ സമയത്ത് അവിടെ പുരിയിലൊന്നും ലൈറ്റ് ഉണ്ടാകില്ലെന്നല്ലേ പറയണം അന്നത്തെ ദിവസം? അത് എക്സാക്ട്ലി ഓർമ്മയില്ല മാതാജി. ഇങ്ങനെ ഇതില് പറയണത് അങ്ങനെ പറയണം, അത് ലൈറ്റ് എല്ലാം അന്നത്തെ ദിവസം ഉണ്ടാകില്ല, ഓഫ് ആക്കുമെന്നവര്. ആയിരിക്കാം, എനിക്ക് ഓർമ്മയില്ല. അത് ഓർമ്മയില്ല. സൗഭാഗ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗുണ്ടീച്ച മാർജനം. അപ്പൊ വലിയ തിരക്കായിരിക്കല്ലേ അന്ന്? നല്ല തിരക്കാണ്, 40 ലക്ഷം ആൾക്കാരെ അന്ന് വന്നിരിക്കുന്നത്. കാരണം വെച്ചാൽ അത് once in 12 years 18 years ഒക്കെ നടക്കുന്നതാണ് നവകലയവരം. കാരണം വെച്ചാൽ ഡേറ്റീസ് മാറ്റുന്നതാണ് ഒരു സമയം. അതെ, കേട്ടിട്ടുണ്ട്. ഓക്കെ. In contrast to a devotee, an impersonalist finds it impossible to cleanse his heart completely of materialistic ambition. അപ്പോൾ ഒരു ഡിവോട്ടി, ഒരു ഭക്തന് ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, പക്ഷേ ഒരു ഇംപേഴ്സണലിസ്റ്റിന് വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഈവൺ ആഫ്റ്റർ ഹി സബ്ഡ്യൂസ് സം ഓഫ് ദ ഗ്രോസർ ആംബിഷൻസ്, ഹി സ്റ്റിൽ മെയിൻറ്റെയിൻസ് ദ ഇമ്പോസിബിൾ വിഷ് ടു ബിക്കം ഗോഡ്. എന്താണ് കാരണം? അതായത് അവരുടെ ആഗ്രഹം ഞാനും നാരായണനാവണം, ഞാനും ഭഗവാനാവണം എന്നുള്ള ആഗ്രഹം കാരണം, അതുകൊണ്ട് അത് ഏറ്റവും വലിയൊരു അനർത്ഥമാണ്. നമ്മൾ ഭഗവാനാവുക എന്നുള്ളത് വലിയൊരു അനർത്ഥമാണ്. So Srila Prabhupada called this desire to become one in all respects with the absolute truth, the last snare of Maya. ഇത് മായയുടെ അവസാനത്തെ എന്താണ് പറയുക, സ്നേഹം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എന്താ പറയാ? ഓക്കെ, അവസാനത്തെ കെണിയാണത്. Okay, and the demigods in their prayers to Krishna while he was still in the womb of Devaki have given the last word on the impersonalist so-called liberation of merging with the absolute truth. Aravindakshe vimuktamaninas tvayi ashtabhavad avishuddha buddhayam aruhya kricharena param padam tada padandyatho nadrida യുസ്മദനിഗ്രഹം. അതായത് 10.2.32 അതായത് ഇംപേഴ്സണലിസ്റ്റിന്റെ കാര്യം പറയാണ്. അവരുടെ പതനം, ഈവൺ അവർക്ക് ബ്രഹ്മജ്യോതിയിൽ ലയിക്കാനുള്ള ഒരു സാഹചര്യം വന്നാലും ശരി, ബ്രഹ്മജ്യോതിയിൽ ലയിച്ചാലും ശരി, വീണ്ടും അവർക്ക് പതനം സംഭവിക്കും എന്നാണ് പറയുന്നത്. അതാണ് പതന്തി അധോ നാനാദൃത്യ യുസ്മത് Angriyaha. One, O lotus-eyed Lord, although non-devotees who accept severe austerities and penances to achieve the highest position may think themselves liberated, their intelligence is impure. കാരണം അവരെ ഭഗവാൻ ആഗ്രഹിക്കുന്നു, അവർ വിചാരിക്കും ഞാൻ മുക്തരായി, പക്ഷെ ആയിട്ടില്ല. They fall down. അപ്പൊ ബ്രഹ്മജ്യോതിയിൽ പോയാലും ശരി, ഇന്നല്ലെങ്കിൽ നാളെ എത്രയോ മില്യൺ ഇത് കഴിയാനെങ്കിലും അവർ തിരിച്ചു വരേണ്ടി വരും. They fall down from the position of imagined superiority because they have no regard for your lotus feet. അങ്ങയുടെ തൃപ്പാദങ്ങൾക്ക് അവരാഗ്രഹമില്ല, അങ്ങായിട്ട് ഒരുമിച്ച് ചേരാണ് ആഗ്രഹം. അതുകൊണ്ട് ആ ആഗ്രഹം ഒരിക്കലും നടക്കില്ല. അതുകൊണ്ട് വീണ്ടും അവർക്ക് പതനം സംഭവിക്കും എന്നാണ് പറയുന്നത്.
So King Kulashekara advises us how to rid ourselves of all material ambition. But even to become one with the God, Sayuji Mukti, it's a material ambition. It's a material ambition. We should chant the holy name of God, Mukunda, Narasimha, and Janardana. These are all names of Krishna, and as such, they are contained within the Mahamantra. ഈ നാമങ്ങളെല്ലാം മഹാമന്ത്രത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. Chanting the names of Krishna awakens one's love for him, and then all one's material ambitions vanish. Srila Prabhupada used to say that just as when someone gets $1 million, all his $10 and $100 problems are automatically solved. So when we attain pure love of Krishna, all our petty material needs and desires pale to insignificance. പ്രഭാത ഇവിടെ ഉദാഹരണം പറയുമ്പോൾ $100 നമ്മുടെ ആവശ്യം. ഓക്കെ, ആ $100 കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ $99 ആവശ്യം തീരും, $10 ആവശ്യം തീരും, $20 എല്ലാം ആവശ്യം തരും. അപ്പം നമ്മുടെ പെറ്റി ഡിസൈർസ് ഒക്കെ നമ്മുടെ ഒരു സ്പെഷ്യൽ എഫേർട്ട് ഇല്ലാതെ, ഒരു പ്രത്യേകിച്ച് ഒരു പ്രയത്നം ഇല്ലാതെ അതെല്ലാം പൂർത്തീകരിക്കപ്പെടും, അതെല്ലാം സാധിച്ചു തരും ഭഗവാൻ എന്നാണ് പറയുന്നത്. So chanting the name of Lord in pure ecstatic love puts the devotee in direct touch with the wonderful forms, qualities and pastimes of the Lord. Guna Rupa Leela Namna. In the state of devotees is fully satisfied and loses all traces of egoistic ambition. He becomes happy simply to worship, serve and be with the Supreme Personality of Godhead. The history of Dhruva Maharaj illustrates the purifying power of Krishna consciousness. ഞാൻ നേരത്തെ പറഞ്ഞു ആൾറെഡി. ഓക്കെ, ഇപ്പം ഇതിൽ വീണ്ടും ഈ പാരഗ്രാഫിൽ അത് പറയുന്നുണ്ട്, ഹിസ്റ്ററി ഓഫ് ധ്രുവ മഹാരാജ്. Dhruva sought out the Supreme Lord as a way to obtain material kingdom. ധ്രുവ മഹാരാജ് ശുദ്ധ ഭക്തിയല്ല ചെയ്തത്. ഭൗതികതലത്തിൽ ആഗ്രഹം സബലീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാനെ പോയത്. നമ്മളും അങ്ങനെ പോയാലും ഓക്കെ, ആ സിൻസിയറിറ്റി ഉണ്ടെങ്കിൽ നമുക്കും അതുപോലെ സംഭവിക്കും. പക്ഷെ നമ്മളെന്താണ്, നമ്മളുടെ പ്ലാൻ മാത്രം പറഞ്ഞു കൊടുക്കും ഭഗവാന്, അത് പ്രകാരം ഭഗവാൻ ചെയ്താൽ മതി, ഇത് എൻ്റെ ആഗ്രഹങ്ങൾ ഇതൊക്കെയാണ്, അപ്പോൾ അത് മാത്രം ചെയ്താൽ മതി, ബാക്കി കൂടുതൽ ഇടപെടണ്ട കേട്ടോ. ആദ്യം നമ്മുടെ കാര്യത്തിൽ ഇടപെടണ്ട, ഞാൻ ചില കാര്യങ്ങളൊക്കെ പറയാം ഭഗവാനോട്, അതൊക്കെ സാധിപ്പിച്ച് തന്നാൽ മതി, ഓക്കെ, കൂടുതൽ കൈ കടത്തണ്ട. അപ്പം എങ്ങനെ ഭഗവാൻ നമുക്ക് ദർശനം തരും? നമ്മൾ ഡിക്റ്റേറ്റ് ചെയ്യും, ആ ടേംസിന് മാത്രം ഭഗവാൻ നമ്മളെ സഹായിച്ചാൽ മതി, അല്ലാണ്ട് കൂടുതൽ സ്വാതന്ത്ര്യം നമ്മുടെ ഇതിൽ കാണിക്കേണ്ട എന്ന് ഭഗവാനോട് പറയും. അപ്പൊ ഇവിടെ ധ്രുവ മഹാരാജാവിന്റെ സ്റ്റോറി നമ്മൾ പറഞ്ഞു. ബട്ട് ആഫ്റ്റർ ഹി ഹാഡ് പെർഫോംഡ് സിവിയർ ഓസ്റ്ററിറ്റീസ് ആൻഡ് കെയിം ഫേസ് ടു ഫേസ് വിത്ത് ലോർഡ് വിഷ്ണു, ഹി ഡിക്ലയർഡ് സ്വാമിൻ സ്വാമിൻ കൃതാർത്ഥോസ്മി വരം നയാചേ. അവിടെ എനിക്ക് ഒരു വരം ആവശ്യമില്ല സ്വാമി, കാരണം ഞാൻ ആഗ്രഹിച്ചേക്കണ്ട, ഞാൻ കുപ്പിച്ചില്ലുകളാണ് ആഗ്രഹിച്ചത്, പക്ഷെ എനിക്ക് കിട്ടിയത് ദിവ്യരത്നങ്ങളാണ്. പിന്നെ ഇതെന്താ വേണ്ടത്? നമ്മുടെ കുപ്പിച്ചില്ലിന്റെ പിന്നാലെ പോകും, അതോ ദിവ്യരത്നത്തിന്റെ പിന്നാലെ പോകും? So my dear Lord, I am fully satisfied. I do not ask from you any benediction for material sense gratification. ഹരിഭക്തി സുബോധയത്തിൽ നിന്നാണ് ഇത്. ഓക്കെ, സാനാഭിലാഷി തപസി സ്ഥിതോഹം. Love of God is dormant within everyone, and to realize that love is to fulfill the purest ambition. The Vaishnava Acharyas never advise us to try to kill our ambitious spirit. Rather, they instruct us to desire only to awaken our taste for pure devotional service. Vaishnava Acharyas നമ്മളുടെ ആ സ്പിരിറ്റ്, ആംബിഷനെ നശിപ്പിക്കാനുള്ള പറയുന്നത്, അതിനെ നമ്മളുടെ മെറ്റീരിയൽ ആ ഡിസൈർസിനെ ഒന്ന് ട്രാൻസ്ഫോം ചെയ്ത് സ്പിരിച്വൽ ഡിസൈർ ആക്കി മാറ്റുക. അപ്പോൾ ആ ആംബിഷൻ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പോൾ ആംബിഷനെ നശിപ്പിക്കാൻ പറഞ്ഞിട്ടില്ല. സോ ദ ഇൻസ്ട്രക്ട് അസ് ടു ഡിസൈർ ഓൺലി ടു അവൈക്കൻ ദ ടേസ്റ്റ് ഫോർ പ്യുവർ ഡിവോഷണൽ സർവീസ്. അതിനായിരിക്കണം നമ്മുടെ ആംബിഷൻ. അവൻ ടോട്ടലി ഡിസൈർലെസ് ആവാൻ പറ്റില്ല, അതല്ല പറയുന്നത്. ഡിസൈർലെസ് ആണ്, ഡിസൈർ വേണം, പക്ഷെ ദാറ്റ് ഡിസൈർ ഷുഡ് ബി പ്രോപ്പർ. It should be properly channelized.
അപ്പൊ കുലശേഖര ആൾവാർ എല്ലാവരോടും ആയിട്ടാണ് ഇത് പറയുന്നത്. എല്ലാവരോടും വെച്ചാൽ നമ്മളോട് എല്ലാവരോടും. ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലുക. ഓക്കെ, ആ ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലിയാൽ അതിൽ ഈ നാമങ്ങളെല്ലാം ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ ഭൗതിക തലത്തിലുള്ള എല്ലാ ആംബിഷൻസും എന്തുപോലെ ആയിരിക്കും? എന്താണ് ഇവിടെ ശ്ലോകത്തിൽ പറയുന്നത്? നോ മോർ വാല്യുബിൾ ദാൻ എ സ്റ്റോൺ ഓർ എ ബ്ലോക്ക് ഓഫ് വുഡ്. ഒരു കല്ലിന്റെ വിലയും കൂടി ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ഓഫ് വുഡിന്റെ വിലയും കൂടി ഉണ്ടാവില്ല നമ്മളുടെ ഭൗതിക തലത്തിലുള്ള ആഗ്രഹങ്ങളും ഭഗവാന്റെ നാമം ഉച്ചരിച്ചാൽ. ഇതാണ് അദ്ദേഹം ഇവിടെ വളരെ ഉച്ചത്തിൽ ഉദ്ഘോഷിക്കുന്നത്. കൽപ്പതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ अनंत वैष्णव की जय, श्री प्रभुपाद की जय, गुरु महाराज की जय, निताय गो प्रेमानंदे, हरि हरि बोल।